ശ്രീമതി ശശികല ടീച്ചർ, ഈ വിഷയം ഇപ്പോൾ എരുമേലിയിലെ കാര്യമാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. എരുമേലിയിൽ വാഹന പാർക്കിങ്ങിന് ഇരട്ടി തുക ഈടാക്കുന്നു എന്നുള്ളത് ശ്രീ വിജി തമ്പി ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു തീർത്ഥാടനം നടക്കുന്നു, അതിനുവേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതൊരു വേദിയാക്കി മാറ്റുക, കൊള്ള ലാഭം കൊയ്യുന്നതിനുള്ള വേദിയാക്കി മാറ്റുക, അയ്യപ്പന്മാരിൽ നിന്ന് പരമാവധി പൈസ പിടിച്ചു വാങ്ങുക, അതിനപ്പുറത്തേക്കൊരു അജണ്ട ഇല്ല എന്ന് തോന്നിപ്പോകും എവിടെ പോയി നോക്കിയാലും. കാരണം ഇതിൽ നിന്ന് പൈസ ഒന്നും കിട്ടില്ല എന്ന് കണ്ടാൽ തീർച്ചയായും ഇവർക്ക് പിന്നെ ക്ഷേത്രവും വേണ്ടിയില്ല, ദേവനെയും വേണ്ടിയില്ല, അയ്യപ്പന്മാരെയും വേണ്ടിയില്ല. കാരണം ഇതൊക്കെ നശിപ്പിക്കണം എന്ന് കാലങ്ങളായി മനസ്സിലുള്ളവരും അതിന് മുദ്രാവാക്യം മുഴക്കിയവരും അതിന് പദ്ധതികൾ ഉണ്ടാക്കിയവരുമാണ് ക്ഷേത്രങ്ങൾ നശിപ്പിക്കണം എന്നുള്ളത്. ഇതൊരു സാമ്പത്തിക ലാഭവും അധികാര കേന്ദ്രവുമാണ് എന്ന് കണ്ടതുകൊണ്ട് മാത്രമാണ് ദേവസ്വം ബോർഡുകളിൽ ഇവർ കയറിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കാം. അപ്പോ നമ്മൾ കേരളം ചർച്ച ചെയ്തു, മറ്റേ ഒരു പെട്രോൾ പമ്പിന് കൈക്കൂലി കൊടുത്തു എന്ന് ആരോ പറഞ്ഞു എന്ന് ഒരു ഉദ്യോഗസ്ഥന്റെ റിട്ടയർമെന്റ് വേദിയിൽ വന്ന് അദ്ദേഹത്തെ ഹരാസ് ചെയ്ത് കൊലയ്ക്ക് കൊടുത്ത ദിവ്യമാരുടെ നാടാണിത്. അപ്പൊ ആരോ പറഞ്ഞത് കേട്ടിട്ട് പോലും ആത്മരോഷം കൊണ്ട് അല്ലെങ്കിൽ അത് സ്വന്തം കടമയാണ് എന്നൊക്കെ വിചാരിച്ച് അങ്ങനെയാണല്ലോ പറഞ്ഞത്, പൊതുജനത്തിന് വേണ്ടി ഞാനത് ചെയ്തു എന്നൊക്കെയാണ് ദിവ്യ മാഡത്തിന്റെ പറയലുണ്ടായത്. അപ്പൊ അങ്ങനെയൊക്കെ പറയുന്നവരുള്ള രാഷ്ട്രീയക്കാരുള്ള നാട്ടില് ഇവിടെ വളരെ കൃത്യമായി ദേവസ്വം ബോർഡിന്റെ പാർക്കിംഗ് സ്ഥലത്ത് അനധികൃതമായി ഇത്തരത്തിൽ തിരിവ് നടത്തുമ്പോൾ അത് ചോദ്യം ചെയ്യാൻ എന്താരും ഇല്ലാത്തത്? അത് കേൾക്കുമ്പോൾ ആത്മരോഷം വരാൻ ആരും ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? അപ്പൊ തീർച്ചയായും അയ്യപ്പൻ അത് ഇത്തരത്തിലൊക്കെ അയ്യപ്പന്മാരെ ചൂഷണം ചെയ്തോട്ടെ. അയ്യപ്പന്മാർ വെറും ഒരു കറവ പശുവാണ് എന്നവർ ധരിക്കുന്നു. കറന്ന് ചോര വരാൻ തുടങ്ങി. അതെങ്കിലും തിരിച്ചറിയാൻ അധികൃതർക്ക് കഴിഞ്ഞില്ലെങ്കിൽ അത് ആപത്താണ് എന്നേ പറയാനുള്ളൂ. ഇവിടെ ജില്ലാ ഭരണകൂടം അടക്കം ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. കാരണം എരുമേലിയിൽ നമുക്കറിയാം പേട്ട കിട്ടുന്നതിന് ആവശ്യമായ ഒരുപാട് സാധനങ്ങൾക്ക് അന്യായ വിലയാണ് ഏകീകരണത്തിലൂടെ ജില്ലാ ഭരണകൂടം അനുവദിച്ചു കൊടുത്തത്. അപ്പൊ ഈ കൊള്ളയ്ക്ക് അവരും കൂട്ടി നിൽക്കുന്നു. ദേവസ്വം ബോർഡുണ്ട്, ജമാഅത്ത് ഭാരവാഹികളുണ്ട്, അതിനോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടവും ഇതിന്റെ ഭാഗത്താണ് എന്നാണ് നമുക്കിതൊന്ന് മനസ്സിലാവുന്നത്. കാരണം അന്യായമായ വില അവിടെ ഈടാക്കി കൊടുത്തപ്പോൾ അതിന്റെ അഹങ്കാരം തന്നെയാണ് ഈ പാർക്കിംഗ് ഗ്രൗണ്ടിലും ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇപ്പോ നേരത്തെ വിജയതമ്പി സാർ പറഞ്ഞതുപോലെ തന്നെ കുടിവെള്ളം കൊടുക്കുന്നതിൽ നിന്ന് പോലും ഹൈന്ദവ സംഘടനകളെ, സന്നദ്ധ സംഘടനകളെ മാറ്റി നിർത്തുകയാണ്. അതിന് കാരണം ഇതുപോലുള്ള അന്യായങ്ങൾ കണ്ടാൽ അവർ പ്രതികരിച്ചു പോകും. ഈ അന്യായങ്ങൾ കാണാതിരിക്കാൻ അവരവിടെയൊന്നും ഉണ്ടാകരുത്. ആ പരിസര പ്രദേശത്തൊന്നും ഹൈന്ദവ സംഘടനകളുടെ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളുടെയോ ആരും ഉണ്ടാകരുത് എന്ന ആ ഒരു തീരുമാനത്തിന്റെ പുറത്താണ് കുടിവെള്ളം കൊടുക്കണ്ട, ഭക്ഷണം കൊടുക്കണ്ട, അവർ സേവനം ചെയ്യണ്ട എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തുന്നത്. അപ്പൊ ഇവിടെ വിളിച്ചു മാത്രം വരുന്നവരല്ല ഞങ്ങൾ. ഇത് 2018 മനസ്സിലായിട്ടുണ്ടാവും. ക്ഷണിച്ച് അനുമതി കിട്ടി വിളിച്ചാൽ മാത്രം, അത് ഞങ്ങളുടെ ഒരു മര്യാദയാണ് അത്തരത്തിൽ വരിക എന്നുള്ളത്. പക്ഷെ ഇങ്ങനെയാണ് ഈ തീർത്ഥാടന കാലം മുന്നോട്ട് പോകുന്നതെങ്കിൽ അയ്യപ്പന്മാരെ ഇതുപോലെ ചോര കറന്നെടുക്കാനോ അർത്ഥെടുക്കാനോ ഉള്ള ഒരു പദ്ധതിയുമായാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ എല്ലാ ഹൈന്ദവ സംഘടനകളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത്തരം സ്ഥലങ്ങളിൽ തീർച്ചയായും അതിലൊരു പൊതുജനങ്ങളുടെ ഒരു സൂപ്പർവിഷൻ നടത്തേണ്ട ഒരു അവസ്ഥ വരും. ഭക്തരെ പിരിയാൻ സമ്മതിക്കാത്ത ഒരവസ്ഥയിൽ പൊതുജനങ്ങളുടെ ഒരു സൂപ്പർവിഷൻ നടത്തേണ്ട അവസ്ഥ വരും. ഇത് KSRTC തൊട്ട് എല്ലാവരുടെയും ഇരയായി മാറുകയാണ്. അപ്പോൾ ദേവസ്വം ബോർഡ് അധികൃതർ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടം ഉണർന്ന് പ്രവർത്തിക്കുക. മറ്റുള്ളവർ ഇടപെട്ടു എന്ന് പറയരുത്. അവിടെ പാർക്കിങ്ങിന് എത്രയാണോ കൊടുക്കേണ്ടത് ആ റെസീറ്റ് കാണിക്കുന്ന തുക മാത്രം മേടിക്കുകയും കൊടുക്കുന്ന റെസീറ്റുകളെല്ലാം യഥാർത്ഥ റെസീറ്റ് തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുകയും ഒക്കെ അവർക്ക് സാധിച്ചേ മതിയാകൂ. അതല്ല എങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് നിയമം പരാജയപ്പെടുന്നിടത്ത് മറ്റുള്ളവർക്ക് നിയമം കയ്യിലെടുക്കേണ്ടി വരും. അത് ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷെ അത് ചെയ്യേണ്ടി വരും അയ്യപ്പന്മാർക്ക് വേണ്ടിയിട്ട്. 2018 മണ്ഡലക്കാലം എല്ലാവരും ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. അയ്യപ്പ ഭക്തരോടൊപ്പം ഈ സമൂഹം മുഴുവനുണ്ട്. എല്ലാ അർത്ഥത്തിലും ഈ സമൂഹം മുഴുവനുണ്ട്. അതുകൊണ്ട് അവരെ വേട്ടയാടിയത്, അവരെ പിഴിഞ്ഞെടുത്തത് മതി എന്നാണ് പറയേണ്ടത്. അധികൃതർ ഈ കാര്യത്തിൽ വളരെ കാര്യമായി ശ്രദ്ധിക്കണം. ഇതെന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത്. ഈ കച്ചവടക്കാരുടെ ഒരു കാപട്യത്തിന്റെ മുന്നിലേക്ക് അയ്യപ്പ ഭക്തന്മാരെ എറിഞ്ഞു കൊടുക്കരുത്. അത് വഴിപാട് സാധനങ്ങളുടെ കാര്യത്തിലായാലും ശരി, അത് പാർക്കിങ്ങിനായാലും ശരി, അത് ഏത് കാര്യത്തിനാണെങ്കിലും അവിടെയൊക്കെ അതുപോലെ തന്നെ കോടതിയുടെയും കർശനമായ നിയന്ത്രണവും അതുപോലെ തന്നെ ശ്രദ്ധയും ഈ വിഷയത്തിൽ ഉണ്ടായേ മതിയാകുള്ളൂ. ശ്രീമതി ശശികല ടീച്ചർ, ഒരു കാര്യം കൂടി, ഈ അയ്യപ്പ ഭക്തർ ഈ കഠിന വ്രതം നോറ്റ് വരുമ്പോൾ അവരെല്ലാ ആഡംബരങ്ങളും ഉപേക്ഷിച്ചുള്ള 41 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷമാണ് വരുന്നത്. ഇത് നമ്മുടെ ഒരു ഹോസ്പിറ്റാലിറ്റിയുടെ പ്രശ്നം കൂടിയാണ്. ഇവിടെ അയ്യപ്പ ഭക്തർ എത്തിച്ചേരുമ്പോൾ അവരൊന്ന് നോക്കുമ്പോൾ കഴിഞ്ഞ തവണ വന്ന് അയ്യപ്പനെ തൊഴുതു പോയതിനേക്കാൾ വലിയ എക്സ്പെൻസീവ് ആവുകയാണ് ഇത്തവണത്തെ തീർത്ഥാടനം എന്ന് വരുമ്പോൾ അവരതുവരെയുള്ള വളരെ സിമ്പിളായിട്ടുള്ള അവരുടെ ലൈഫിലൂടെ അവർ കടന്നു പോയതിന് ശേഷം 41 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം ഇവിടെ വന്ന് എവിടെ തൊട്ടാലും പൈസ, അത്രയധികം പൈസ, കുടിവെള്ളത്തിന് പൈസ, ശൗചാലയത്തിൽ പോകുന്നതിന് പൈസ, അത് സാധാരണഗതിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ ഇരട്ടി പൈസ കൊടുക്കാൻ എത്രയും പെട്ടെന്ന് തിരക്കിൽപ്പെടാതെ ഒന്ന് തൊഴുതു പോകാൻ ആഗ്രഹിക്കുന്ന അയ്യപ്പ ഭക്തർ പക്ഷേ ഈ പൈസ കൊടുത്തു എന്ന് വരും. അവർ ഈ
ബോർഡിലേക്കൊന്നും നോക്കിയെന്ന് വരില്ല. ഇതിന് ശാശ്വതമായൊരു പരിഹാരമാണ് വേണ്ടത്. ഇതിനെ ഇങ്ങനെ അറുത്തു വാങ്ങാം എന്ന് കരുതുന്ന ഈ ഒരു സീസണിനെ വലിയ തോതിൽ പൈസ കിട്ടുന്ന ഒരു സീസണാക്കി മാറ്റുന്നത് അത് സർക്കാർ നേരിട്ടായിക്കോട്ടെ, ദേവസ്വം ബോർഡ് നേരിട്ടായിക്കോട്ടെ, ഈ ചെറിയ ചെറിയ കരാറുകാരായിക്കോട്ടെ, ചെറിയ കടകൾ നടത്തുന്നവരായിക്കോട്ടെ, ഈ തരത്തിൽ മുന്നോട്ട് പോകുന്നത് അനുവദനീയം അല്ല എന്നിരിക്കെ അതിനെങ്ങനെ ഇടപെടൽ നടത്താൻ കഴിയുമെന്നുള്ളത് ഗൗരവമായി ആലോചിക്കേണ്ട വിഷയമാണ്. ഇപ്പോൾ അതിഥി ദേവോ ഭവ എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ചിന്താഗതി. അതിഥികളെ നമ്മൾ ദേവന്മാരായി പരിഗണിക്കുകയും അത് നമുക്കുണ്ട്. പക്ഷേ ഇതിന് വെറും കച്ചവട തന്ത്രങ്ങൾക്ക് മുന്നിൽ അതൊക്കെ നമ്മൾ മറന്നു പോകുന്നു. ഇപ്പോൾ എന്തൊക്കെ വിപരീത അനുഭവം ഇവിടെ ഉണ്ടായാലും വീണ്ടും അയ്യപ്പന്മാർ വരുന്നില്ലേ എന്ന ചോദ്യമാണ് ഇവർ മുഴക്കണത്. അത് അയ്യപ്പനെ കാണാനാണ്. അയ്യപ്പനെ കണ്ട ആ ദർശന സായുജ്യം നേടാൻ വേണ്ടിയാണ് എന്ത് ദുരനുഭവം ഉണ്ടെങ്കിലും അവർ വീണ്ടും വീണ്ടും വരുന്നത്. അപ്പൊ അതൊരു ഇളതരമൊക്കെയാണ്. കാരണം ഞങ്ങൾ എങ്ങനെ പീഡിപ്പിച്ചാലും അയ്യപ്പ ഭക്തർ അടുത്ത മണ്ഡലകാലമായാൽ വീണ്ടും വരും എന്നിവർക്കറിയാം. അപ്പൊ ആ ഒരു അവസ്ഥ മാറണം. അവർ മറ്റൊരു സ്ഥലത്ത് ചെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഒരാൾ വരുമ്പോൾ അവരെ സ്വീകരിക്കുന്നത് അവരിലൂടെ അത് മറ്റാളോട് പറയില്ലേ നമ്മുടെ വീട് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ സാഹചര്യം ഇങ്ങനെയാണ്. അപ്പൊ തീർച്ചയായും അതൊരു മര്യാദ കാണിക്കുക, നാടിന്റെ മര്യാദ കാണിക്കണ്ടേ? ആ മര്യാദയൊക്കെ നമ്മൾ മറന്നുപോയില്ലേ? 2 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഒരു ഗതിയില്ലാതെ ലോകത്തുനിന്ന് പീഡിപ്പിക്കപ്പെട്ടു വരുന്ന ഇസ്രായേലി ജനതയെ, ഇവിടെ നമ്മുടെ യഹൂദ ജനതയെ നമ്മളാണ് സംരക്ഷിച്ചത്. അതേ ഇസ്രായേലികളെയാണ് കഴിഞ്ഞ ദിവസം ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ വെച്ചത് അപമാനിച്ചത്. അപ്പോ കേരളത്തിന്റെ ആ ഒരു മുഖച്ഛായ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിഥി ദേവോ ഭവ എന്നൊക്കെ ഉള്ളതൊക്കെ സനാതന ധർമ്മത്തിന്റെ ഭാഗമാണ്. അതൊന്നും നിർവഹിക്കാൻ ഈ കേരളത്തിന് ബാധ്യതയില്ല, കേരളം അതിന്റെ ഭാഗമല്ല എന്ന് വിളംബരം ചെയ്യുമ്പോൾ അവർക്ക് എന്താ അതിഥി ദേവോ ഭവ ഇരിക്കണത്? അപ്പൊ അതിഥിയെ എങ്ങനെ അറക്കാം എന്നുള്ളതിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കരാറുകാരുടെ ദയാദാക്ഷിണ്യത്തിന് വിട്ടുകൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. അവിടെ കള്ള റെസീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരാളിൽ നിന്നെങ്കിലും 10 രൂപയെങ്കിലും അധികം പിരിച്ചിട്ടുണ്ടെങ്കിൽ ആ കരാറ് ഉടനെ തന്നെ റദ്ദ് ചെയ്യണം. ആ വ്യക്തിക്ക് പിന്നെ അത് തുടർന്ന് കൊണ്ടുപോകാനുള്ള അനുവാദം കൊടുക്കരുത്. ദേവസ്വം നേരിട്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തണം. അല്ലെങ്കിൽ ഭക്തജന സംഘടനകൾ അതിന് തയ്യാറാണ്. ഇപ്പോൾ ശ്രീ വിജി തമ്പി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി, താങ്കളും അത് പറയുകയുണ്ടായി, ഭക്തജനങ്ങൾ ഒന്നടങ്കം ഇതിൻ്റെ പിന്നിൽ ഒരു കാലത്ത് നമ്മൾ വിജയിച്ചതാണല്ലോ. തെരുവിലിറങ്ങണം, ഇതിനെതിരെ പ്രതിഷേധിക്കണം. ഒരു കാര്യത്തിൽ മാത്രമല്ല, പല കാര്യത്തിൽ ഈ വിഷയം നമുക്ക് മുന്നോട്ട് വയ്ക്കാനുണ്ട് എന്നിരിക്കെ പ്രതിഷേധ പരിപാടികൾ ഒരുപക്ഷെ ഉണ്ടായെങ്കിൽ മാത്രമല്ലേ ഇതിനെതിരെ എന്തെങ്കിലും അവർ ഒരു ചെറുവിരൽ അനക്കാനെങ്കിലും ശ്രമിക്കുകയുള്ളൂ. അങ്ങനെ നിർബന്ധിതമാക്കിയാൽ അതേ കരണീയമായിട്ടുള്ളൂ. നിർബന്ധിതമാക്കരുത് എന്നാണ് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ മണ്ഡലക്കാലത്ത് സമരപരിപാടികൾ നടത്താൻ ഞങ്ങൾക്കാർക്കും അറിയാതെയല്ല. പക്ഷെ മണ്ഡലക്കാലത്ത് നമ്മൾ എടുക്കുന്ന ഒരു നടപടിയും അത് ഒരു അയ്യപ്പ ഭക്തനെ പോലും ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ള ചിന്ത നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ KSRTCയിൽ കുത്തി നിറച്ച് കൊണ്ടുപോകുമ്പോഴോ അല്ലെങ്കിൽ അവർ ബുദ്ധിമുട്ടിക്കുമ്പോഴോ ബാക്കി എല്ലാ ഡിപ്പോയിലും അവിടെ പിടിച്ചിടാൻ നമുക്കറിയാം. നമ്മളത് 2018 ചെയ്തിട്ടുണ്ട്. ഒറ്റ വണ്ടി പോലും ഒരു ഡിപ്പോ ഒന്നും പുറത്തിറങ്ങാത്ത വിധത്തിൽ നമുക്ക് പിടിച്ചിടാൻ കഴിയും. പക്ഷെ അതുകൊണ്ടൊക്കെ നരകിക്കാൻ പോകുന്നത് സാധാരണക്കാരനും അയ്യപ്പ ഭക്തരുമാണ്. ഒരു അയ്യപ്പ ഭക്തന് പോലും ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുള്ളിടത്താണ് നമ്മൾ പരമാവധി സംയമനം പാലിക്കുന്നത്. പക്ഷെ അതൊരു ദൗർബല്യമായി കരുതരുത്. അതിന്റെ പേരിൽ വേട്ടയാടാൻ തുടങ്ങിയാൽ എല്ലാ മര്യാദയും ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് ഈ അയ്യപ്പ ഭക്ത സംഘടനകൾ അല്ലെങ്കിൽ ഹൈന്ദവ സംഘടനകൾ തീർച്ചയായും ഒരു ജനകീയ പ്രതിരോധത്തിന് മുതിരും. അല്ലെങ്കിൽ അവർ തന്നെ നേരിട്ട് കൈകാര്യം ചെയ്യേണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും. അപ്പോ അതൊന്നും ഈ നാടിനത്ര പുത്തരിയുള്ളതല്ല എന്ന് അറിയാം. അപ്പൊ അതിലേക്കൊന്നും കൊണ്ടുപോകാതിരിക്കാൻ ജില്ലാ ഭരണകൂടം ഉണർന്ന് പ്രവർത്തിക്കുക, ദേവസ്വം ബോർഡ് ഈ സമയത്ത് ഉണർന്ന് പ്രവർത്തിക്കുക. ഇനി നിങ്ങളെ കൊണ്ട് പറ്റില്ലെങ്കിൽ തീർച്ചയായും പറ്റാത്തവരെ മാറ്റി നിർത്തിക്കൊണ്ട് അത് ഏറ്റെടുത്ത് നടത്താൻ സാധിക്കും എന്ന് മാത്രം പറയുന്നു.